ബിറ്റ്കോയിൻ ഒരു ഫെയിൽഡ് പ്രൊജക്റ്റ് ആയിരുന്നെങ്കിലും ബിറ്റ്കോയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അത് ഒരു റെവല്യൂഷനൈസിങ് ആയിട്ടുള്ള ടെക്നോളജി ആയിരുന്നു. എന്താണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു സ്പ്രെഡ്ഷീറ്റിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ്റെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിനാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത്. ഇതിൽ ഒരു വ്യക്തിയുടെ പേരിന് പകരം വാലറ്റ് അഡ്രസ്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡാറ്റ സേവ് ചെയ്യുന്നത്. റാൻഡം ആയിട്ടുള്ള ലെറ്റേഴ്സും നമ്പേഴ്സും യൂസ് ചെയ്തിട്ടാണ് വാലറ്റ് അഡ്രസ്സ് ഉണ്ടാക്കുന്നത്. ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ വാലറ്റ് അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ പുതിയ വാലറ്റ് അഡ്രസ്സ് പഴയ വാലറ്റ് അഡ്രസ്സായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. ഇങ്ങനെ ഓരോ വാലറ്റ് അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യുമ്പം പഴയ വാലറ്റ് അഡ്രസ്സായിട്ടുള്ള കണക്ഷൻസ് പുതിയ വാലറ്റ് അഡ്രസ്സിന് ഉണ്ടായിരിക്കുന്നതാണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി നിലനിർത്തുന്നത് കമ്പ്യൂട്ടർ കോഡും ക്രിപ്റ്റോഗ്രാഫേഴ്സും ഇതിനു പുറമെ മൈനേഴ്സിൻ്റെ സഹായത്തോടെയാണ്. വിറ്റാലിക് ബ്യൂട്രിൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫേവറേറ്റ് ഗെയിമായിരുന്നു വേൾഡ് ഓഫ് വാർക്രാഫ്റ്റ്. ഇതിനെക്കുറിച്ചിട്ട് റിസർച്ച് ചെയ്തപ്പോഴാണ് വിറ്റാലിക്ക് ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞ ക്രിപ്റ്റോ കറൻസിൻ്റെ ഡീസെൻട്രലൈസ്ഡ് ടെക്നോളജിയെ കുറിച്ചിട്ട് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഒരു ബിറ്റ്കോയിൻ മാഗസീന് വേണ്ടിയിട്ട് വിറ്റാലിക്ക് ബ്ലോക്ക് ചെയിനെ കുറിച്ചിട്ടും ബിറ്റ്കോയിനെ കുറിച്ചിട്ടും എഴുതാൻ തുടങ്ങി. അങ്ങനെയാണ് 2015 വിറ്റാലിക്കും അദ്ദേഹത്തിൻ്റെ കോഫൗണ്ടേഴ്സും ചേർന്നിട്ട് ഇത്തീറിയം എന്ന് പറഞ്ഞ് ക്രിപ്റ്റോ കറൻസി ലോഞ്ച് ചെയ്യുന്നത്. സെയിം ലൈക്ക് ബിറ്റ്കോയിൻ, ഇത്തീറിയത്തിനും അതിൻ്റെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത്തീറിയത്തിൻ്റെ നേറ്റീവ് കറൻസിയാണ് ഈതർ. പക്ഷേ ബിറ്റ്കോയിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പം ഇത്തീറിയത്തിന് ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇത്തീറിയത്തിൻ്റെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഡെവലപ്പേഴ്സിന് അതിൻ്റെ മേലെ പുതിയ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷന് കൊടുത്തിരുന്നു. ഇങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ബ്ലോക്ക് ചെയിനും ഇതിനു പുറമെ നെറ്റ്വർക്ക് ടെക്നോളജിയും ഡെവലപ്പ് ചെയ്യുന്നതിന് പകരം ഇത്തീറിയത്തിൻ്റെ മേലെ നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള ക്രിപ്റ്റോ കറൻസിയും ഇതിനു പുറമെ ക്രിപ്റ്റോ ആസറ്റും ബിൽഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷന് ഇത്തീറിയത്തിൽ ഉണ്ടായിരുന്നു. ഫെയിൽഡ് ബിറ്റ്കോയിൻ പ്രൊജക്റ്റിൻ്റെ ഒരു ഹോപ്പ് എന്നുള്ള രീതിയിൽ ക്രിപ്റ്റോ കറൻസി റവല്യൂഷന് വേണ്ടിയിട്ട് ഒരു സ്പാർക്ക് കൊടുത്തതായിരുന്നു ഇത്തീറിയം എന്ന് പറഞ്ഞ ക്രിപ്റ്റോ കറൻസി. പക്ഷേ ഈ ക്രിപ്റ്റോ കറൻസി ലോഞ്ച് ചെയ്തപ്പം ജനങ്ങൾ എന്താണ് ചെയ്തതെന്ന് അറിയോ? കൂടുതൽ ക്രിപ്റ്റോ കറൻസി അവരുടെ സ്വന്തമായിട്ടുള്ള പേരിൽ ഉണ്ടാക്കാൻ തുടങ്ങി. നമ്മുടെ കമ്പനീൻ്റെ ഷെയർസ് സാധാരണക്കാർക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ കമ്പനി ലിസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ബിൽഡ് ചെയ്ത ഈ ക്രിപ്റ്റോ കറൻസി സാധാരണക്കാർക്ക് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ഓപ്ഷനാണ് ICO അഥവാ ഇനീഷ്യൽ കോയിൻ ഓഫറിങ്. ഇത്തീറിയം ലോഞ്ച് ചെയ്തപ്പം ഇഷ്ടംപോലെ ആൾക്കാർ ക്രിപ്റ്റോ കറൻസി അവരുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ICO മേനിയ എന്ന് പറഞ്ഞിട്ട് കുറേ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിലേക്ക് ഫ്ലഡ് ചെയ്ത് വരാൻ തുടങ്ങി. ഒരു ബിസിനസ് ഒരു വൈറ്റ് പേപ്പർ ലോഞ്ച് ചെയ്യും. ഈ വൈറ്റ് പേപ്പറിലാണ് ഉണ്ടാവുക ഈ ബിസിനസ്സിൻ്റെ പ്രൊജക്റ്റ് എന്താണെന്നുള്ളത്. അങ്ങനെ ഈ വൈറ്റ് പേപ്പർ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ബിസിനസ്സിന് ടോക്കൺസ് ICO ത്രൂ മാർക്കറ്റിൽ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ആ ബിസിനസ്സിന് ഫണ്ടും മാർക്കറ്റിൽ നിന്നും ഈ ടോക്കൺസ് സെല്ല് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒരു പുതിയ ബിസിനസ് ലോഞ്ച് ചെയ്യുമ്പം ആ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഫണ്ട് റേസിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനായിട്ട് ഇത് മാറി. അതുപോലെ തന്നെ പുതിയ ആൾക്കാർ സ്കാം എന്നുള്ള രീതിയിലും ഇതേപോലെ ICO ലോഞ്ച് ചെയ്യാൻ തുടങ്ങി. ഇതേപോലെ ലോഞ്ച് ചെയ്ത കുറച്ച് കോയിൻസാണ് ഞാൻ പറയാൻ പോകുന്നത്. ട്രംപ് കോയിന്, മീം കോയിന്, ജീസസ് കോയിന്, ഇൻസെയിൻ കോയിൻ, പോൺജീസ് കോയിന്. ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ ഇവർ പറയുന്നത് 99% ഈ കോയിന് ഫേക്കാണ്, സ്കാം ആണ് എന്നുള്ളത്. ബട്ട് സ്റ്റിൽ അവർ $250,000 റേസ് ചെയ്തു. മാർക്കറ്റിലേക്ക് ഒരു പുതിയ കോയിന് ലോഞ്ച് ചെയ്യുമ്പം ജനങ്ങൾ അതിൻ്റെ ഗുഡ് ബാഡ് അല്ലെങ്കിൽ യൂസ് കേസ് എന്താണെന്നുള്ളത് ഒന്നും പഠിക്കാതെ തന്നെ നമുക്ക് ഇപ്പം ഈ കോയിന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ അത് പ്രോഫിറ്റിൽ സെല്ല് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിചാരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കോയിൻ ലോഞ്ച് ചെയ്യുന്ന ടൈമിൽ ഏറ്റവും മുന്നേ ആരാണോ പർച്ചേസ് ചെയ്യുന്നത് അവർ പിന്നീട് സെല്ല് ചെയ്യുമ്പം അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് ആയിരുന്നു ഏൺ ചെയ്യാൻ പറ്റിയിരുന്നത്. അതുപോലെ തന്നെ ICO മേനിയ തുടങ്ങി കഴിഞ്ഞപ്പം പുതിയൊരു റിലേഷന് മാർക്കറ്റിൽ വരാൻ തുടങ്ങി. ക്രിപ്റ്റോയിലുള്ള ആൾക്കാർ ഇൻഫ്ലുവൻസേഴ്സിനെ യൂസ് ചെയ്തിട്ട് അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്ന കോയിൻസിനെ അവർ മാക്സിമം പ്രൊമോട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പം ഈ കോയിൻ്റെ വാല്യൂ കൂടും. വൺസ് മാക്സിമം വാല്യൂ എത്തിക്കഴിഞ്ഞാൽ ഈ ഹൈപ്പ് കൊണ്ടുവന്ന ആൾക്കാർ അവരുടെ കയ്യിലുള്ള കോയിൻസ് സെല്ല് ചെയ്യും. ഇത് വൺസ് ബൾക്കായിട്ട് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഓബ്വിയസ്ലി ആ കോയിൻ്റെ പ്രൈസ് ക്രാഷ് ആവുന്നു. 2017 സെൻട്രാടെക് എന്ന് പറഞ്ഞ കമ്പനിക്ക് വേണ്ടിയിട്ട് ഫേമസ് ബോക്സറായ ഫ്ലോയിഡ് മേവെതറും ഇതിനു പുറമെ ഫേമസ് ആർട്ടിസ്റ്റായ DJ ഖാലിദും ക്രിപ്റ്റോ കറൻസി പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. സെൻട്രാടെക് എന്ന് പറഞ്ഞത് ഒരു പ്രൊജക്റ്റായിരുന്നു.
ക്രിപ്റ്റോ കറൻസിക്ക് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നായിരുന്നു ഇവരുടെ ലക്ഷ്യം. വൺസ് സെൻട്രാടെക്കിൻ്റെ കോയിന് ലോഞ്ച് ചെയ്തപ്പം $32 മില്യൺ ഇവർ റേസ് ചെയ്തത്. പക്ഷേ ഈ സെൻട്രാടെക് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ഒരു സ്കാമായിരുന്നു. ഈ കമ്പനി രജിസ്റ്റർ ചെയ്തപ്പം ഇതിൽ കൊടുത്ത ഫൗണ്ടറിൻ്റെ പേരും കോഫൗണ്ടറിൻ്റെ പേരും ഒക്കെ തന്നെ ഫേക്കായിരുന്നു. അങ്ങനെ ഗവൺമെൻറ് ഇതിനെക്കുറിച്ചിട്ട് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് സാം ശർമ്മ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇതിൻ്റെ പിന്നിലെന്ന്. 8 വർഷത്തേക്ക് ഇയാളെ അങ്ങനെ ഗവൺമെൻറ് ജയിലിൽ അടിക്കുകയാണ് ചെയ്തത്. ICO എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്തിട്ട് അധികം പേരും ഒരു കസിനോ എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്തത്. അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസൊക്കെ നമുക്ക് സെല്ല് ചെയ്യാൻ ICO എന്ന് പറഞ്ഞത് സിമ്പിളായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പക്ഷേ സ്റ്റിൽ ക്രിപ്റ്റോ കറൻസിക്ക് ഇവിടെ ഒരു യൂസ് കേസ് വന്നിട്ടില്ലായിരുന്നു. ഇതിനുശേഷമാണ് മാർക്കറ്റിൽ ക്രിപ്റ്റോ കിറ്റി എന്ന് പറഞ്ഞ പുതിയൊരു പ്രൊഡക്റ്റ് വരുന്നത്. ബേസിക്കലി ഇതൊരു വിർച്വൽ ഗെയിമാണ്. ഇതിനു പുറമെ NFT കാറ്റഗറിയിലേക്ക് വരുന്ന വൺ ഓഫ് ദ ഫസ്റ്റത്തെ പ്രൊജക്റ്റ് ആയിരുന്നു ക്രിപ്റ്റോ കിറ്റി. ക്രിപ്റ്റോ കിറ്റി എന്ന് പറഞ്ഞ ഗെയിം വളരെ സിമ്പിളായിരുന്നു. വൺസ് നമ്മൾ ഈ ഗെയിമിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിറ്റീസ് യൂസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കിറ്റീസിനെ ബ്രീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടിയിരുന്നു. വൺസ് ഈ കിറ്റീസിനെ ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കിറ്റീസിനെ ക്രിപ്റ്റോ കറൻസിക്ക് വേണ്ടിയിട്ട് സെല്ല് ചെയ്യാൻ പറ്റുന്നതാണ്. ക്രിപ്റ്റോ കിറ്റിയിൽ ബ്രീഡ് ചെയ്തിരുന്ന ഓരോ കാറ്റിനും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് യുണീക്നെസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിന് യുണീക്കായിട്ടുള്ള ഒരു ടോക്കണും ഇത്തീരത്തിൽ ഉണ്ടായിരുന്നു, മേക്കിംഗ് ഇറ്റ് എ നോൺ ഫഞ്ചിബിൾ ടോക്കൺ അഥവാ NFT. ക്രിപ്റ്റോ കിറ്റി ലോഞ്ച് ചെയ്ത ഫസ്റ്റത്തെ വീക്കിൽ തന്നെ അറൗണ്ട് $3 മില്യൺ ട്രാൻസാക്ഷനാണ് നടന്നത്. ഇത്തീറിയം ബ്ലോക്ക് ചെയിനിൽ അറൗണ്ട് 10 to 13% ആയിരുന്നു ഇത് എത്തിയത്. വൺസ് ഈ ക്രിപ്റ്റോ കിറ്റി യൂസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പണം ഉണ്ടാക്കാൻ പറ്റും എന്ന് ആൾക്കാർക്ക് മനസ്സിലായി കഴിഞ്ഞപ്പം എല്ലാവരും വന്നിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇഷ്ടം പോലെ ബ്രീഡ്സും ഇവർ ഈ ഗെയിം കളിച്ചിട്ട് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളതിനെക്കാട്ടിയും കൂടുതൽ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓബ്വിയസ്ലി ആ ഒരു പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കുറയും എന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ക്രിപ്റ്റോ കിറ്റിൻ്റെ പ്രൈസ് ക്രാഷ് ആവാൻ തുടങ്ങി. എല്ലാവരും ഈ ക്രിപ്റ്റോ കിറ്റിയിലേക്ക് വന്നത് NFT-ൻ്റെ യുണീക്കായിട്ടുള്ള ഒരു ഫീച്ചറിന് നോക്കിയിട്ടല്ലായിരുന്നു. എല്ലാവരും ഇതിലേക്ക് വന്നത് പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതൊരു പുതിയ ഐഡിയ ആയിരുന്നു. ക്രിപ്റ്റോ കറൻസിക്കും അതുപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിക്കും ഒരു യൂസ് കേസ് കൊടുക്കാന്നുള്ളത്. ബട്ട് സ്റ്റിൽ ഇതും ഫ്ലോപ്പായി. ഈ NFT-ൻ്റെ ഐഡിയ ഫസ്റ്റ് പിച്ച് ചെയ്തത് ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ടാണ്. അവരുടെ ഫിസിക്കലായിട്ടുള്ള ആർട്ടുകൾ ഡിജിറ്റലിലാക്കിയിട്ട് അത് ബ്ലോക്ക് ചെയിനിൽ സേവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആശയത്തിന്. അതുപോലെ തന്നെ ഈ ബ്ലോക്ക് ചെയിനിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓണർ ആണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും. ഇതിനു പുറമെ നമുക്ക് ആ ഇമേജ് വേണമെങ്കിൽ പോയിട്ട് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷന് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ ഉണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ഡിജിറ്റൽ ആർട്ടിസ്റ്റായ ബീപ്പിളുടെ വർക്ക് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത് 2007 മെയ്യിലാണ്. എവ്രിഡേ കളക്ഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ആർട്ട് അദ്ദേഹം 12 വർഷം ഓരോ ദിവസം ഓരോ ഇമേജസ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. അതിനുശേഷം ഏകദേശം 5000 ഇമേജസ് ആണ് അദ്ദേഹം $69.3 മില്യൺ സെല്ല് ചെയ്തത്. പക്ഷേ നമ്മളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇത് ക്യാഷിനാണ് സെല്ല് ചെയ്തതെന്നുള്ളത്. അവിടെയാണ് നമ്മളെല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ടത്. ന്യൂസ് ചാനൽ പറഞ്ഞതുപോലെ $69.3 മില്യൺ ക്യാഷിൽ അല്ലായിരുന്നു ഈ പർച്ചേസ് ചെയ്ത ആൾ കൊടുത്തത്. ഇത്തീറിയം ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്തിട്ടായിരുന്നു. ബീപ്പിളുടെ ഈ ആർട്ട് സെല്ല് ചെയ്തതിന് ശേഷമാണ് NFT എന്നുള്ള ഒരു ഹൈപ്പ് മാർക്കറ്റിൽ വന്നത്. മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞ കമ്പനി ലോഞ്ച് ചെയ്തപ്പം അവരുടെ എയിം എന്താ വെച്ച് കഴിഞ്ഞാൽ ആർട്ട് റെവല്യൂഷനൈസ് ചെയ്യുക എന്നുള്ളത്. അതിലാണ് അവർ ലോഞ്ച് ചെയ്തത് B20 എന്ന് പറഞ്ഞിട്ടുള്ള കോയിന്. ബീപ്പിൾ പോലെയുള്ള ആർട്ടിസ്റ്റുകളുടെ ആർട്ട് ഡിജിറ്റലി പർച്ചേസ് ചെയ്തിട്ട് ഡിജിറ്റലി ഒരു മ്യൂസിയം ക്രിയേറ്റ് ചെയ്തിട്ട് ഈ മ്യൂസിയത്തിലുള്ള ആർട്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ B20 എന്ന് പറഞ്ഞിട്ടുള്ള കോയിന് പർച്ചേസ് ചെയ്തിട്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഈ മ്യൂസിയത്തിലുള്ള ഇമേജസ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇതായിരുന്നു B20 എന്ന് പറഞ്ഞ ടോക്കണിൻ്റെ യൂസ് കേസ്. ഇതിനു പുറമെ മെറ്റാവേഴ്സിൻ്റെ ആർട്ട് റെവല്യൂഷനൈസ് ചെയ്യാനുള്ള എയിമും. ബീപ്പിളുടെ ആർട്ട് $69.3 മില്യൺ സെല്ല് ചെയ്തപ്പെട്ടപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലായത് നമുക്ക് ഒട്ടുമിക്ക എല്ലാത്തിനും NFTs ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. വൺസ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പം എന്താണ് ജനങ്ങൾ ചെയ്തതെന്ന് അറിയോ? ഇൻ്റർനെറ്റിലുള്ള ഫേമസ് ആയിട്ടുള്ള മീംസിൻ്റെ NFTs ഉണ്ടാക്കാൻ തുടങ്ങി, ട്വീറ്റിൻ്റെ NFTs ഉണ്ടാക്കാൻ തുടങ്ങി. ഇങ്ങനെ നമുക്ക് എന്തൊക്കെയാണോ വിചാരിക്കാൻ പറ്റാത്തത് അതിനെക്കുറിച്ചിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും മീംസും
കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ജനങ്ങൾ NFTs ഉണ്ടാക്കിയിട്ട് മാർക്കറ്റിൽ സെല്ല് ചെയ്തത്. ഇതിനു പുറമെ $100,000 മേലേക്കാണ് ഇതേപോലെയുള്ള മീംസിൻ്റെ NFTs ഒക്കെ മാർക്കറ്റിൽ സെല്ല് ചെയ്തത്. വൺസ് ഈ ഇൻ്റർനെറ്റ് മീംസ് യൂസ് ചെയ്തിട്ടുള്ള NFTസിൻ്റെ ഹൈപ്പ് കഴിഞ്ഞപ്പം മാർക്കറ്റിലേക്ക് പുതിയ NFTs വരാൻ തുടങ്ങി. ബോർഡ് ഏപ്പ്, പങ്ക്, കൂൾ കാറ്റ്സ് ഇതേപോലെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് NFTs മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യാൻ തുടങ്ങി. ആർട്ട് വർക്കിനെക്കാണ്ടിയും കൂളറായിരുന്നു NFTs. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഇൻഫ്ലുവൻസേഴ്സും സെലിബ്രിറ്റീസും അവർ പർച്ചേസ് ചെയ്ത NFTs അവരുടെ സോഷ്യൽ മീഡിയയിൽ പ്രൊഫൈൽ പിക്ചർ ആക്കി വെച്ചിട്ട് അവർ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. ഞാനും NFT പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഹൈപ്പും അറ്റൻഷനും യൂസ് ചെയ്തിട്ടായിരുന്നു NFTസിൻ്റെ പ്രൈസസ് ഇവർ ഇൻക്രീസ് ചെയ്തത്. ഇവിടെയാണ് നമുക്ക് ബോർഡ് ഏപ്സ് എന്ന് പറഞ്ഞ ഒരു NFTനെ കുറിച്ചിട്ട് പറയേണ്ട ആവശ്യം വരുന്നത്. പീപ്പിളുടെ ആർട്ട് വർക്കിന് ശേഷം ഇത്രയും ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് വേറെ ഒരു NFT പ്രൊജക്റ്റ് ഇല്ല. ബോർഡ് ഏപ്പ് യാറ്റ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ഈ NFT ലോഞ്ച് ചെയ്തത് യൂഗ ലാബ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്. ഈ ബോർഡ് ഏപ്സിൻ്റെ പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്തപ്പം വെറും 10,000 NFTs ആയിരുന്നു യൂഗ ലാബ്സ് ലോഞ്ച് ചെയ്തത്. ലോഞ്ച് ചെയ്ത ടൈമിൽ ഇൻഫ്ലുവൻസേഴ്സാണ് മെയിനായിട്ട് ഈ NFTs ഒക്കെ പർച്ചേസ് ചെയ്തത്. ഈ പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പം 12 hours ഉള്ളിലാണ് ഈ NFTs ഒക്കെ സോൾഡ് ഔട്ട് ആയത്. അങ്ങനെ $2.8 million ഫണ്ടാണ് യൂഗ ലാബ്സ് ഈ NFTs സെല്ല് ചെയ്തിട്ട് ഉണ്ടാക്കിയത്. വൺസ് സോഷ്യൽ മീഡിയാസിൽ ഈ NFT വൈറലായി കഴിഞ്ഞപ്പം ഇൻഫ്ലുവൻസേഴ്സ് സെലിബ്രിറ്റീസിന് ഈ NFTs ഒക്കെ ഹയർ പ്രൈസസിന് സെല്ല് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഇതിലൊരു കാര്യം വ്യക്തമായിരുന്നു. ഇൻഫ്ലുവൻസേഴ്സും സെലിബ്രിറ്റീസും ഈ NFTs മാക്സിമം പ്രൊമോട്ട് ചെയ്തിട്ട് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരാൾക്ക് ഈ NFT സെല്ല് ചെയ്യുമ്പം കൂടുതൽ പ്രൈസിന് ഇവർക്ക് സെല്ല് ചെയ്യാൻ പറ്റും എന്നത് ഇവർക്ക് അറിയായിരുന്നു. ഇതിനു പുറമെ അധിക സെലിബ്രിറ്റീസും NFT പർച്ചേസ് ചെയ്തത് മൂൺപേ എന്നാണെന്നുള്ളത് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയാസിലും ഇതിനു പുറമെ ഷോസിലൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. 2019 ലോഞ്ച് ചെയ്ത മൂൺപേ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ വിഷന് ഒന്ന് മാത്രമായിരുന്നു, മാർക്കറ്റിൽ ക്രിപ്റ്റോ അഡോപ്ഷന് കൂട്ടാന്നുള്ളത്. സോ ഇതിൽ സെലിബ്രിറ്റീസും മൂൺപേയും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് ഇൻ്റർനെറ്റ് യൂസേഴ്സ് ചെക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ക്രിപ്റ്റോ കറൻസിനെ കുറിച്ചിട്ട് ഓൺലൈനിൽ ബ്ലോഗ് ചെയ്യുന്ന ഡേവിഡ് ജെറാർഡിൻ്റെ ഈ ബ്ലോഗ് യൂസേഴ്സ് കാണുന്നത്. ഹൗ ദിസ് NFT സ്കാം വർക്ക്. 5 സ്റ്റെപ്പായിട്ടാണ് ഈ NFT സ്കാം വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ്, സെലിബ്രിറ്റീസിനോട് പറയാം NFT യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്രീ മണി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. സെക്കൻഡ് സ്റ്റേജ്, ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്തിട്ട് സെലിബ്രിറ്റീസിനെ കൊണ്ട് ഈ NFT പർച്ചേസ് ചെയ്യിപ്പിക്കുക. തേർഡ് വണ്, ഈ സെലിബ്രിറ്റീസിനെ ക്രിപ്റ്റോ അഡ്വക്കേറ്റ് ആയിട്ട് മാറ്റാം. ഫോർത്ത് വണ്, ഇത് ചെയ്യുന്ന ഫ്യൂ സെലിബ്രിറ്റീസിന് മാത്രമേ ലൈഫ് ചേഞ്ചിങ് മണി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഫിഫ്ത്ത് വണ്ണാണ് നിങ്ങൾ അതിൽ ഒരാൾ ആയിരിക്കില്ല എന്നുള്ളത്. അങ്ങനെയാണ് NFTനെ കുറിച്ചിട്ട് കൂടുതൽ പഠിക്കാൻ തുടങ്ങിയപ്പം ജനങ്ങൾക്ക് മനസ്സിലായി ഈ NFTസിന് ബാക്കിൽ വാലറ്റ് അഡ്രസ്സും ഒന്നും തന്നെ ഇല്ല. ഇത് ജസ്റ്റ് ഓൺലൈനിൽ കാണുന്ന ഒരു വെബ്സൈറ്റ് ലിങ്ക് മാത്രമാണെന്നുള്ളത്. ആരേലാണോ ഈ വെബ്സൈറ്റ് ലിങ്ക് ഉള്ളത് അവർക്ക് എല്ലാവർക്കും തന്നെ ഈ ഇമേജസ് കാണാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇതൊരു മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. 2021 ആകുമ്പോഴേക്കും ജനങ്ങൾക്ക് പതിയെ മനസ്സിലാവാൻ തുടങ്ങിയത് ക്രിപ്റ്റോ കറൻസി എന്നുള്ളത് ഒരു ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീമാണ്, ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള. അങ്ങനെയാണ് ക്രിപ്റ്റോ കറൻസിൻ്റെ പുതിയ യൂസ് കേസ് ഭാവിയിൽ എന്തായിരിക്കും എന്നുള്ളത് നോക്കിയപ്പം പുതിയൊരു ടെക്നോളജി വന്നത് വെബ് 3.0. 1990s നമ്മളെല്ലാവരും കണ്ട ഒരു ഇൻ്റർനെറ്റാണ് ഇൻ്റർനെറ്റ് 1.0. അഥവാ നമുക്ക് ഓൺലൈനിലുള്ള ഡാറ്റാസ് കാണാൻ മാത്രമേ പറ്റുന്നുണ്ടായിരുന്നു. അതിനുശേഷം വന്നതാണ് വെബ് 2.0. നമ്മൾ ഇൻട്രാക്റ്റീവായിട്ട് നമുക്ക് ഡാറ്റാസ് നമുക്ക് ഇൻ്റർനെറ്റിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റുന്നത്, അഥവാ സോഷ്യൽ മീഡിയാസും പിന്നെ മറ്റുള്ള വെബ്സൈറ്റിലേക്കുമൊക്കെ നമ്മൾ ഡാറ്റാസ് ഇൻപുട്ട് ചെയ്യുന്നത്. ഇതിനുശേഷം വരുന്ന ഒരു ടെക്നോളജിയാണ്, അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ നമ്മളെ അടുത്ത് എത്തിക്കഴിഞ്ഞ ഒരു ടെക്നോളജിയാണ് വെബ് 3.0. നമ്മൾ ഓൺലൈനിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസിന് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജി എന്നുള്ള രീതിയിലാണ് വെബ് 3.0 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ഡീസെൻട്രലൈസ് ചെയ്തിട്ട് ബ്ലോക്ക് ചെയിൻ്റെ സഹായത്തോടെ ടോക്കൺസ് യൂസ് ചെയ്തിട്ട് അങ്ങനെ സാധാരണക്കാരന് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നവർക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് വെബ് 3.0 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വെബ് 3.0 വൈകാതെ തന്നെ നമ്മളുടെ ഇൻ്റർനെറ്റിലേക്കൊക്കെ വരാൻ സാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഭാവിയിൽ കണ്ടിട്ട് മനസ്സിലാക്കാം വെബ് 3.0 നമ്മുടെ ക്രിപ്റ്റോ കറൻസിക്ക് ഒരു യൂസ് കേസ് ആവോ ഇല്ലയോ എന്നുള്ളത്. ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഏകദേശം 2 വീക്കിൻ്റെ അടുത്ത് റിസർച്ചിൻ്റെ ആവശ്യം വന്നിട്ടുണ്ട്.
ഇതിനു പുറമെ 1 വീക്കിൻ്റെ അടുത്ത് നമ്മൾ എഡിറ്റിങ്ങും ചെയ്തിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ചെയ്തതിൽ ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെന്നെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. ഇതേപോലെയുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോയിൽ ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.